ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിനെ കുറിച്ചാണ് ഇന്നത്തെ ന്യൂറോളജിയുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പിക്ചർ നമുക്ക് നോക്കാം. ഇതിൽ കാണുന്ന ഒരു വി ഷേപ്ഡ് ഹൊറിസോണ്ടൽ റീജിയനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ. അപ്പോൾ ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പ്രധാനപ്പെട്ട ഹൈവേ ആണ്. ഈ ഹൈവേയിൽ കൂടെയാണ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിലേക്ക് പോകുന്ന നിരവധി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫൈബേഴ്സ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു വി ഷേപ്ഡ് ഹൊറിസോണ്ടൽ സെക്ഷനാണ്, അതായത് ഈ വി ഷേപ്ഡ് ഹൊറിസോണ്ടൽ സെക്ഷനായിട്ടുള്ള ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിൽ കൂടെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫൈബേഴ്സ് പാസ് ചെയ്ത് സെറിബ്രൽ കോർട്ടെക്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ടിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആൻറ്റീരിയർ ലിംബ്, ജെനു, പോസ്റ്റീരിയർ ലിംബ്, സബ് ലെൻറ്റിഫോം പാർട്ട് ആൻഡ് റിട്രോ ലെൻറ്റിഫോം പാർട്ട് എന്നിങ്ങനെ 5 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. ആൻറ്റീരിയർ ലിംബ്, ജെനു, പോസ്റ്റീരിയർ ലിംബ്, സബ് ലെൻറ്റിഫോം പാർട്ട് ആൻഡ് റിട്രോ ലെൻറ്റിഫോം പാർട്ട്. അപ്പോൾ ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിൻ്റെ പാർട്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആൻറ്റീരിയർ ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് പോകുന്ന ഫൈബേഴ്സ്, പോകുന്നതും വരുന്നതുമായിട്ടുള്ള ഫൈബേഴ്സ് പാസ് ചെയ്ത് പോകുന്നതാണ് ആൻറ്റീരിയർ ലിംബിൽ കൂടെ. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് പോകുന്ന ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫൈബേഴ്സ് പാസ് ചെയ്യുന്നത് ആൻറ്റീരിയർ ലിംബിൽ കൂടെയാണ്. ഇനി ജെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാമസിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന കോർട്ടിക്കോ ബൾബാർ ആൻഡ് സെൻസറി ഫൈബേഴ്സ് പാസ് ചെയ്യുന്നത് ജെനുവിൽ കൂടെയാണ്. അതായത് തലാമസിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന കോർട്ടിക്കോ ബൾബാർ ആൻഡ് സെൻസറി ഫൈബേഴ്സ് പാസ് ചെയ്യുന്നത് ജെനുവിൽ കൂടെയാണ്. ഇനി പോസ്റ്റീരിയർ ലിംബിൽ തന്നെ ആൻറ്റീരിയർ ഹാഫും ഉണ്ട്, പോസ്റ്റീരിയർ ഹാഫും ഉണ്ട്. ആൻറ്റീരിയർ ഹാഫിൽ കൂടെ കോർട്ടിക്കോ സ്പൈനൽ ഫൈബേഴ്സ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ പോസ്റ്റീരിയർ ഹാഫിൽ കൂടെ സെൻസറി റേഡിയേഷനാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റീരിയർ ലിംബിൽ തന്നെ അതിൻ്റെ ആൻറ്റീരിയർ 1/2 കൂടെ പോകുന്നത് കോർട്ടിക്കോ സ്പൈനൽ ഫൈബേഴ്സ് ആണ്, പക്ഷേ പോസ്റ്റീരിയർ 1/2 കൂടെ പോകുന്നത് സെൻസറി റേഡിയേഷനാണ്. ഇനി സബ് ലെൻറ്റിഫോം പാർട്ട് എന്ന് പറഞ്ഞാൽ അതുവഴിയാണ് ഓഡിറ്ററി റേഡിയേഷൻ പോകുന്നത്. അതായത് ഫ്രം ദ മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി ടു ഓഡിറ്ററി ഏരിയ ഓഫ് ദ ടെമ്പറൽ ലോബ്. നമുക്കറിയാം ടെമ്പറൽ ലോബിലാണ് ഓഡിറ്ററി സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്ന് ഓഡിറ്ററി ഏരിയ ഓഫ് ടെമ്പറൽ ലോബിലേക്ക് പോകുന്നത് ഫൈബേഴ്സ് പാസ് ചെയ്യുന്നത് ഈ ഒരു സബ് ലെൻറ്റിഫോം പാർട്ടിൽ കൂടെയാണ്. ഇനി റിട്രോ ലെൻറ്റിഫോം പാർട്ട് എന്ന് പറഞ്ഞാൽ അതുവഴിയാണ് ഒപ്റ്റിക് റേഡിയേഷൻ പാസ് ചെയ്യുന്നത്. അതായത് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്ന് വിഷ്വൽ സെൻസറി ഏരിയ 7ലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ വിഷ്വൽ ഏരിയ 7ലേക്ക് പാസ് ചെയ്ത് പോകുന്ന ഒപ്റ്റിക് റേഡിയേഷൻ പോകുന്നത് റിട്രോ ലെൻറ്റിഫോം പാർട്ടിൽ കൂടെയാണ്. അപ്പോൾ ഇത്രയും പാർട്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ആൻറ്റീരിയർ ലിംബ് എന്ന് പറഞ്ഞാൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള ഫൈബേഴ്സ് പാസ് ചെയ്യുന്നത് ആൻറ്റീരിയർ ലിംബിൽ കൂടെയാണ്. ജെനുവിൽ കൂടെ പാസ് ചെയ്യുന്നത് തലാമസിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള ഫൈബേഴ്സാണ്. ഏതൊക്കെ ഫൈബേഴ്സാണ്? കോർട്ടിക്കോ ബൾബാർ ആൻഡ് സെൻസറി ഫൈബേഴ്സാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ ലിംബ്. അതിൽ തന്നെ ആൻറ്റീരിയർ 1/2 ഉണ്ട്, പോസ്റ്റീരിയർ 1/2 ഉണ്ട്. ആൻറ്റീരിയർ 1/2 കൂടെ പാസ് ചെയ്യുന്നത് കോർട്ടിക്കോ സ്പൈനൽ ഫൈബേഴ്സാണ്, പക്ഷേ പോസ്റ്റീരിയർ 1/2 കൂടെ പാസ് ചെയ്യുന്നത് സെൻസറി റേഡിയേഷനാണ്. ഇനി സബ് ലെൻറ്റിഫോം പാർട്ട് എന്ന് പറഞ്ഞാൽ അതുവഴിയാണ് ഓഡിറ്ററി റേഡിയേഷൻ പാസ് ചെയ്യുന്നത്. അതായത് മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്ന് ഓഡിറ്ററി ഏരിയ ഓഫ് ദ ടെമ്പറൽ ലോബിലേക്ക് പാസ് ചെയ്യുന്നു. റിട്രോ ലെൻറ്റിഫോം പാർട്ട് എന്ന് പറഞ്ഞാൽ അതുവഴിയാണ് ഒപ്റ്റിക് റേഡിയേഷൻ പാസ് ചെയ്യുന്നത്. അതായത് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്ന് വിഷ്വൽ സെൻസറി ഏരിയ നമ്പർ 7ലേക്കാണ് അത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയെ വിളിക്കുന്ന പേരാണ് ഓഡിറ്ററി പാത്വേ, ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയെ വിളിക്കുന്ന പേരാണ് വിഷ്വൽ പാത്വേ, നേരത്തെ പറഞ്ഞത് തന്നെ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ പാർട്ടിലും, അതായത് ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിൻ്റെ 5 ഡിവിഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഓരോ ഡിവിഷൻസിനേക്കുള്ള ബ്ലഡ് സപ്ലൈ എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ആൻറ്റീരിയർ ലിംബിലേക്ക് വരുന്നത് സ്ട്രൈഡ് ബ്രാഞ്ചസ് ഓഫ് ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആൻഡ് ഇൻക്ലൂഡിംഗ് ദ ലോങ്ങസ്റ്റ് ബ്രാഞ്ച് ദാറ്റ് ഈസ് റെക്കറൻറ്റ് ആർട്ടറി ഓഫ് ഹ്യൂബ്നർ ആൻഡ് മിഡിൽ സെറിബ്രൽ. അപ്പോൾ മെയിനായിട്ടും ആൻറ്റീരിയർ ലിംബിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ആൻറ്റീരിയർ സെറിബ്രൽ ആൻഡ് മിഡിൽ സെറിബ്രൽ ആർട്ടറീസ് ആണ്. ആൻറ്റീരിയർ സെറിബ്രലിൽ തന്നെ അതിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് ആയിട്ടുള്ള റെക്കറൻറ്റ് ആർട്ടറി ഓഫ് ഹ്യൂബ്നറും കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ആൻറ്റീരിയർ ലിംബിനെ. ഇനി ജെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് വരുന്നത് ആൻറ്റീരിയർ സെറിബ്രൽ, മിഡിൽ സെറിബ്രൽ ആൻഡ് ഇൻറ്റേർണൽ കെരോട്ടിഡ് ആർട്ടറിയിൽ നിന്നുള്ള ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ സ്ട്രൈഡ് ബ്രാഞ്ചസ് ഓഫ് ആൻറ്റീരിയർ സെറിബ്രൽ ആൻഡ് മിഡിൽ സെറിബ്രൽ ആൻഡ് ഡയറക്റ്റ് ബ്രാഞ്ചസ് ഫ്രം ദ ഇൻറ്റേർണൽ കെരോട്ടിഡ്. ഇൻറ്റേർണൽ കെരോട്ടിഡിൻ്റെ ഡയറക്റ്റ് ബ്രാഞ്ചസും ആൻറ്റീരിയർ സെറിബ്രലിൻ്റെയും മിഡിൽ സെറിബ്രലിൻ്റെയും സ്ട്രൈഡ് ബ്രാഞ്ചസുമാണ് ഈ ജെനു എന്ന പോർഷനെ സപ്ലൈ ചെയ്യുന്നത്. ഇനി പോസ്റ്റീരിയർ ലിംബിനെ സപ്ലൈ ചെയ്യുന്നത്
മിഡിൽ സെറിബ്രൽ ആർട്ടറി ആണ് മെയിനായിട്ടും. സ്ട്രൈഡ് ബ്രാഞ്ചസ് ഫ്രം ദ മിഡിൽ സെറിബ്രൽ ആർട്ടറി ഇൻക്ലൂഡിംഗ് ലാർജസ്റ്റ് ചാർക്കോഡ് ആർട്ടറി ഓഫ് സെറിബ്രൽ ഹെമറേജ് ആൻഡ് ആൻറ്റീരിയർ കോറോയിഡൽ ആർട്ടറി. അപ്പോൾ മെയിനായിട്ടും 2 ആർട്ടറീസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. മിഡിൽ സെറിബ്രൽ ആർട്ടറിയും ആൻറ്റീരിയർ കോറോയിഡൽ ആർട്ടറിയുമാണ്. മിഡിൽ സെറിബ്രൽ ആർട്ടറിയുടെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ചാർക്കോഡ്സ് ആർട്ടറിയും കൂടെ അതിനെ സപ്ലൈ ചെയ്യുന്നു, പോസ്റ്റീരിയർ ലിംബിനെ സപ്ലൈ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സബ് ലെൻഡിഫോം പാർട്ട്. സബ് ലെൻഡിഫോം പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നത് സ്ട്രൈറ്റ് ബ്രാഞ്ചസ് ഫ്രം ദ പോസ്റ്റീരിയർ സെറിബ്രൽ ആൻഡ് ആൻറ്റീരിയർ കോറോയിഡൽ ആർട്ടറി. അപ്പോൾ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയിൽ നിന്നും ആൻറ്റീരിയർ കോറോയിഡൽ ആർട്ടറിയിൽ നിന്നുമുള്ള സപ്ലൈ ആണ് സബ് ലെൻഡിഫോം പാർട്ടിലേക്ക് വരുന്നത്. ഇനി റിട്രോ ലെൻഡിഫോം പാർട്ട് എന്ന് പറഞ്ഞാൽ അത് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയിൽ നിന്ന് മാത്രമുള്ള സ്ട്രൈറ്റ് ബ്രാഞ്ചസ് ആണ് റിട്രോ ലെൻഡിഫോം പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് കോർപ്പസ് കാലോസം. കോർപ്പസ് കാലോസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് കമ്മീഷ്വർ ആൻഡ് ലാർജസ്റ്റ് ഫൈബർ പാത്വേ ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ പാത്വേ എന്ന് പറയുന്നത്, ലാർജസ്റ്റ് ഫൈബർ പാത്വേ എന്ന് പറയുന്നതാണ് കോർപ്പസ് കാലോസം. ഇനി അടുത്തത് നമ്മുടെ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിലെയും ഹോമോടോപ്പിക് ആൻഡ് ഹെട്രോടോപ്പിക് ഏരിയാസിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാത്വേ ആണ് കോർപ്പസ് കാലോസം എന്ന് പറയുന്നത്. ഹോമോടോപ്പിക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഹെട്രോട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അനാട്ടമിക്കലി ഡിഫറെൻറ്റ് ബട്ട് ഫങ്ഷണലി സിമിലർ. അനാട്ടമിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ഫങ്ഷണലി സിമിലർ ആണ്. ഇനി കോർപ്പസ് കാലോസത്തിൻ്റെ ലെങ്ത് ഏകദേശം 10 സെൻറ്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ കോർപ്പസ് കാലോസം എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് കമ്മീഷ്വർ എന്ന് പറയാം, ലാർജസ്റ്റ് ഫൈബർ പാത്വേയും കൂടെയാണ്. അത് നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിൻ്റെ ഹോമോടോപ്പിക് ആൻഡ് ഹെട്രോടോപ്പിക് ഏരിയാസിനെ പരസ്പരം ഇൻ്റർകണക്ട് ചെയ്യുന്നു. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി കോർപ്പസ് കാലോസത്തിന് 4 പാർട്സ് നമുക്ക് പറയാൻ പറ്റും. അതാണ് സ്പ്ലെനം, ട്രങ്ക്, ജെനു ആൻഡ് റോസ്ട്രം. വൈറ്റ് മാറ്റർ ഓഫ് ദ സെറിബ്രം. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ 3 ഫൈബേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അസോസിയേഷൻ ഫൈബേഴ്സ്, പ്രൊജക്ഷൻ ഫൈബേഴ്സ് ആൻഡ് കമ്മീഷ്വറൽ ഫൈബേഴ്സ്. അസോസിയേഷൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണക്ട്സ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ദ സെയിം ഹെമിസ്ഫിയർ. ഒരേ ഹെമിസ്ഫിയറിൻ്റെ ഫങ്ഷണൽ ഏരിയാസിനെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് അസോസിയേഷൻ ഫൈബേഴ്സ്. ഇനി പ്രൊജക്ഷൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിനെ ബ്രെയിനിൻ്റെ മറ്റു പാർട്സിലേക്കും അതുപോലെ സ്പൈനൽ കോഡിൻ്റെ പാർട്സിലേക്കും കണക്ട് ചെയ്യുന്നതാണ് പ്രൊജക്ഷൻ ഫൈബേഴ്സ്. പ്രൊജക്ഷൻ എന്ന വേർഡിൽ തന്നെ ഓർക്കുക, നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ തന്നെ ബ്രെയിനിൻ്റെ തന്നെ മറ്റു പാർട്സിലേക്കും സ്പൈനൽ കോഡിലേക്കും കണക്ട് ചെയ്യുന്നതാണ് പ്രൊജക്ഷൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി കമ്മീഷ്വറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹെമിസ്ഫിയേഴ്സിൻ്റെ സെയിം ഏരിയയെ തമ്മിൽ കണക്ട് ചെയ്യുന്നു, അതാണ് കമ്മീഷ്വറൽ ഫൈബേഴ്സ്. അസോസിയേഷൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ഹെമിസ്ഫിയറിൻ്റെ ഫങ്ഷണൽ ഏരിയാസിനെ കണക്ട് ചെയ്യുന്നു. പ്രൊജക്ഷൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സെറിബ്രൽ കോർട്ടെക്സിനെ ബ്രെയിനിൻ്റെ തന്നെ മറ്റു പാർട്സിലേക്കും അതുപോലെ സ്പൈനൽ കോഡിലേക്കും കണക്ട് ചെയ്യുന്നു. കമ്മീഷ്വറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഹെമിസ്ഫിയേഴ്സിൻ്റെ സെയിം ഏരിയാസിനെ പരസ്പരം ഇൻ്റർകണക്ട് ചെയ്യുന്നു.